ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഷീലെ കല്യാണം നടത്തി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ഇങ്ങനെ സത്യം ചോദിക്കുകയാണ്, അല്ല ഏട്ടനും കൂടി ഇതിന് പങ്കാളിയാണോ? ഞാനതിന് പങ്കാളിയല്ല, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. കാരണം അമ്മയും മറ്റുള്ളവരും ആ കല്യാണം നടത്തി കൊടുക്കട്ടെ. അത് കേൾക്കുന്ന സോന പറയാണ്, ആ മാഷിനെ തകർക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലായിരുന്നെങ്കിൽ മാഷ് കാര്യങ്ങൾ വഹിക്കുന്ന ആ അമ്പലത്തിൽ തന്നെ അമ്മ ഈ കല്യാണം നടത്തുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആരുമില്ലാത്തവരെ ആരെങ്കിലും സഹായിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ മഞ്ചാടിയെ സഹായിക്കുന്നത്. അല്ല എങ്കിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇന്ദ്രൻ. എന്നാൽ ഈ സമയം രഘുവിനെയാണ് കാണിക്കുന്നത്. നല്ല ഇടിയും മഴയാണ്. മൊത്തത്തിൽ മനസ്സാക്കി കലങ്ങി മറിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ അമ്പിളി വരുന്നുണ്ട്. എന്നിട്ട് പറയണം, മോളാണെങ്കിലും അനുപമയുടെ റൂമിൽ കിടന്നുറങ്ങി എന്നൊക്കെയാണ് പറയണ്ട. അല്ല രഘുവേട്ട, എന്തിനാണ് ഈ ഇടിയും മിന്നലും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല എന്ന് പറയണം. മഞ്ചാട്ടിയുടെ കാര്യം ആലോചിച്ചിട്ടാണ്. അതൊന്നല്ല, എന്തായാലും സ്വന്തം അച്ഛനെ തള്ളിപ്പറഞ്ഞ് ശത്രുവിനെ കൂടെ പിടിച്ചവളാണ് മഞ്ചാടി. അവളെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല, അമ്മാവൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ്. അമ്മാവൻ നേതൃത്വം വഹിക്കുന്ന ഈ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതാലോചിക്കുമ്പോൾ മനസ്സ് വല്ലാത്ത വിഷമം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയാണ്, അനുപമ ഇവിടെയുള്ളതാണ് ഒരു സമാധാനം. അല്ല എങ്കിൽ എല്ലാം മനസ്സിന് ടെൻഷൻ തന്നെ. എന്തായാലും അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ മനസ്സിന് യാതൊരുവിധ സമാധാനമില്ല. അപ്പോഴേക്കും നല്ല ഇടിമിന്നൽ വരുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയുന്നുണ്ട്, വേനൽ മഴയാണ്, അതുകൊണ്ട് തന്നെ ഇടിമുരൾച്ച കൂടും. വന്ന രഘുട്ട ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ, നല്ല മിന്നലെറിയുന്നുണ്ട്, പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് രഘുവിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇന്ദ്രനെ തന്നെയാണ് കാണിക്കുന്നത്. എല്ലാവരും റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കറണ്ട് പോയിട്ടുണ്ട്, എമർജൻസി കത്തിച്ചിട്ടുണ്ട്. കൂടെ ഭാനുമ്മയുണ്ട്. അപ്പോൾ ഭാനുമ്മ പറയാണ്, എനിക്ക് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വരാൻ തോന്നിയത് നന്നായി. നല്ല ഇടിയും മഴയും, ആ വീട്ടിൽ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ എന്ന് പറഞ്ഞ ഉടൻ തന്നെ സത്യം ചോദിക്കുകയാണ്, എന്തിനാ ഭാനുമ്മേ നിങ്ങൾ ആ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്നത്? ഒന്നെങ്കിൽ നിങ്ങളുടെ മക്കളോട് ആ വീട് പുതുക്കി പണിയാൻ പറയുക, അല്ലെങ്കിൽ വേറെ വീട് വെക്കുക. അത് ഈ പറയുന്നത് പോലെ ഇടിഞ്ഞു പൊളിയും എന്ന് പറയട്ടോ. അപ്പോഴേക്കും ഇന്ദ്രൻ പറയണ, അനുപമയുടെ വീട്ടിൽ നിന്ന് എന്തിനാ അനുപമ പോരാൻ പറയുന്നതാണ്? അവളെന്നോട് അവിടെ നിൽക്കാൻ പറയുന്നതാണ്. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ എന്ന് കരുതി ഞാൻ എൻ്റെ വീട്ടിലോട്ടും എൻ്റെ വീട് മറക്കാതിരിക്കാനും ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ട് പോകുന്നത്, അല്ലാതൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം വീണ്ടും ഭാനുമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ദ്ര, ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ നിൻ്റെ അമ്മയുടെ തീരുമാനം എന്താ? അത് കേട്ടോടെ തന്നെ ഇന്ദ്രൻ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അമ്മ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇല്ല എങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുന്ന ഭാനുമ്മ വീണ്ടും പറയണം, അല്ല ഇനിയിപ്പോൾ നിൻ്റെ അമ്മ കൊണ്ടുവരാൻ വിചാരിച്ചിരിക്കുന്നത് മഞ്ചാടി ഈ വീട്ടിലോട്ടാണ്. അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയും, അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ അവളെ അവളുടെ വീട്ടുകാരെ സ്വീകരിക്കും, അവൻ്റെ വീട്ടുകാരെ സ്വീകരിക്കും. അവൻ്റെ വീട്ടുകാരോട് ഞാൻ രവിയും കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയണ്ട. ഇത് കേട്ടോടെ തന്നെ സോന പറയണേ, എന്നാൽ അമ്മ കിടക്കാൻ നോക്ക്, ഇനിയിപ്പോൾ അമ്മയുടെ റൂമിൽ കിടന്നോളൂ. ഞാനില്ല, അവളുടെ റൂമിൽ കിടന്നിട്ട് മനസ്സമാധാനം പോവാം. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പായ നിവർത്തി ചുരുണ്ട് കിടന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വനമ്മ ചോദിക്കുക, ഇനിയിപ്പോൾ നിൻ്റെ അമ്മ ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ ഇനിയിപ്പോൾ മഞ്ചാടിയെ ഈ വീട്ടിൽ കൊടുന്ന് താമസിപ്പിക്കുമോ? അവളുടെ റൂം ഈ പറയുന്ന മഞ്ചാടിയും ജീവരാജനും അവൾ വിട്ടുകൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയുന്നു, അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അവളുടെ അച്ഛന്, ജീവരാജൻ്റെ അച്ഛന് നല്ലൊരു സ്വഭാവമാണ്. അവരെന്തായാലും അവരെ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞാൽ ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് കേട്ടോ ആ ഫോൺ കോൾ എത്തുന്നത്. അങ്ങനെ ഇന്ദ്രൻ ഹലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കണം. അപ്പോൾ രവിയാണ്, ഇന്ദ്ര ഒരു സീരിയസ് കാര്യം പറയാനുണ്ട്. എന്താ? കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോയിരിക്കുന്നു. എന്തേന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ അമ്മ പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് തളർന്ന് എൻ്റെ കൈകളിൽ വീണു എന്ന് പറയും കേട്ടോ. ഇത് കേട്ടോ ഇന്ദ്രൻ. എന്നിട്ട് എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ നോക്കിയെന്നും പറയുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യൻ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അമ്മ നെഞ്ചുവേദന വന്ന് തളർന്ന് കയ്യിലോട്ട് വീണുന്ന ഈ പറയുന്ന രവി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി അയ്യോ എൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട് സത്യൻ. അങ്ങനെ എന്താ ഇപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരാനേ അറിയില്ല, എന്തായാലും ഞാനൊന്ന് പോട്ടെ. അപ്പോഴേക്കും ശ്യാമു പറയുന്നുണ്ട്, ഞങ്ങളും കൂടി വന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടൻ തന്നെ അത് വേണ്ട, നിങ്ങളിവിടെ നിൽക്ക്, നിങ്ങളുടെ ബൈക്ക് കൊണ്ടാണ് ഞാൻ പോകുന്നത്, കാരണം എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട്
അതുകൊണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സോനെ നീ ഒന്ന് വായോ, പെണ്ണുങ്ങളുടെ ആരെങ്കിലും ആവശ്യം വരും അവിടെ നിൽക്കാൻ, അതുകൊണ്ട് നീ വായോ എന്ന് പറഞ്ഞ് സോനയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഹർഷയാണ് കാണിക്കുന്നത്. ഹർഷയും രവിയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, മനസ്സമാധാനമില്ല. അങ്ങനെ ഹർഷ പറയുന്നുണ്ട്, രവിയത്ത ഒന്ന് അന്വേഷിച്ച് നോക്ക്, എന്താണ് ശരിക്കും സംഭവിച്ചത്, ഒന്ന് അന്വേഷിക്കുക എന്നൊക്കെയാണ് എങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ടോട്ട് തന്നെ ഇനി സമാധാനപ്പെടുക, എന്തായാലും അവരെ കറക്റ്റ് സമയത്ത് നമ്മളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല, അവരിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമ്മുടെ കൈകളിലോട്ട് വീണതല്ലേ, നീ പേടിക്കണ്ട, എന്നാലും ഞാനൊരു മനുഷ്യജീവിയല്ലേ. അപ്പോൾ തന്നെ രവി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം എന്നാലും രവിയേട്ട എനിക്ക് പേടിയാവുന്നതെന്നൊക്കെ പറയുമ്പോഴാട്ടോ ഡോക്ടർ വരുന്നത്. അപ്പോൾ തന്നെ രവി പറയുന്നുണ്ട്, കാർഡിയോളജി വന്നിട്ടുണ്ടല്ലോ, പിന്നെ ഇത് പേടിക്കാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും രവി ചോദിക്കാനൊരുങ്ങുമ്പോഴേക്കും ഡോക്ടർ പറയുന്നത് ചെറിയൊരു അറ്റാക്കാണ് സംഭവിച്ചിരിക്കുന്നത്, എന്തായാലും കൃത്യസമയത്ത് നിങ്ങളിവിടെ എത്തിച്ചതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, എന്തായാലും കാലത്ത് 6 മണിയോടുകൂടി ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി നിങ്ങൾക്ക് പോകാമെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ഹർഷയ്ക്ക് ഒരു സമാധാനമൊക്കെ ആവുകയാണ് കേട്ടോ. ഈ സമയം ഈ 2 ദിവസം മുന്നേ അല്ലേ ഇങ്ങനെ സുശീല ആൻറ്റിക്ക് നെഞ്ചുവേദന വന്ന്, ഇപ്പോഴും വീണ്ടും സുശീല ആൻറ്റിക്ക് എന്താ നെഞ്ചുവേദന വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആകെ മഞ്ചാടി ഇരിക്കുന്നുണ്ട് കേട്ടോ. മഞ്ചാടിയുടെ കിളിയാകെ പോയിരിക്കുകയാണ്. സത്യത്തിൽ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് മഞ്ചാടി ആകെ നിൽക്കുമ്പോൾ കുഞ്ഞും പറയണേ, എന്തിനാ കുട്ടി നീ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത്, നീ ഉറങ്ങിക്കോ, അല്ല എൻ്റെ കല്യാണം ജീവരാജിൻ്റെയും എൻ്റെയും കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞ് സുശീല ആൻറ്റി അല്ലേ, എനിക്കും ജീവരാജിനും കല്യാണ യോഗം ഇല്ല എന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെടുന്നത്, വല്ലാത്തൊരു വിധി. അത് കേൾക്കുന്ന കുഞ്ഞൻ പറയണേ, നീ ഇങ്ങനെ സങ്കടപ്പെടുന്നും വേണ്ട, എൻ്റെ കല്യാണം സുശീല നടത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കാതെ ഇങ്ങനെ ഡോക്ടർ എടുത്തില്ലേ, അവൾ നാളെ 6 മണിയാകുമ്പോഴത്തേന് ഇങ്ങോട്ടേക്ക് എത്തുന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അവൾ എന്തായാലും നിൻ്റെ കല്യാണം നടത്തിയിരിക്കും, അതുകൊണ്ട് നീ പേടിക്കാനൊന്നുമില്ല, നീ സുഖമായി കിടന്നുറങ്ങിക്കോ എന്ന് മഞ്ചാടിയോട് പറയാം. അങ്ങനെ മഞ്ചാടി അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ കുഞ്ഞമ്മ ഒരു ജാതി നോട്ടം മഞ്ചാടിയെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മഞ്ചാടി അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് തൻ്റെ അമ്മയുടെ ആ ഒരു ഫോട്ടോ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സീന് കാണിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ ജീവരാജിനെയാണ് കാണിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് ടപ്പേ എന്ന് പറയുന്നത് പോലെ എണീക്കുകയാണ്. എന്നിട്ട് തൻ്റെ താലിയും വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ലേറ്റ് ഇട്ടോടെ തന്നെ മുരുകനും പവിത്രനെ, എന്താ ജീവ നീ ഉറങ്ങാത്ത, ഉറക്കം കിട്ടിയില്ല, പെട്ടെന്ന് എണീറ്റു എന്ന് പറയണേ. അത് കേട്ടോടെ തന്നെ എന്തായാലും ഞങ്ങൾ നിൻ്റെ കല്യാണത്തിൽ മാത്രമാണ് ഒരു കൊട്ടേഷൻ എടുത്തിട്ട് ആദ്യമായി തോറ്റിരിക്കുന്നത്, എന്തായാലും നാളെ എൻ്റെ കല്യാണം നടക്കും, ഉറപ്പുള്ള കാര്യമാണ്, കാരണം ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നാളെ നടക്കുമെന്നൊരു പ്രതീക്ഷ എന്നിലുണ്ട് എന്നിങ്ങനെ ജീവരാജ് പറയണം. എന്നാലും നടന്നു. അപ്പോൾ തന്നെ എന്തായാലും സുശീല ആൻറ്റിക്ക് ആയിരിക്കും എല്ലാ ക്രെഡിറ്റും പോകുന്നത് എന്നൊക്കെ ഞാൻ പറയുന്നത്. എന്നിട്ട് പറയുകയാണെങ്കിൽ നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടാൻ നിൽക്കണേ, നീ ഒന്ന് കിടന്നുറങ്ങിക്കുക എന്ന് പറഞ്ഞ് ഉറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം കുറച്ച് കഴിയുമ്പോൾ കാണാൻ നല്ല മഴയുണ്ട് കേട്ടോ. ആ സമയം ആരോ കഥകിൽ വന്നിങ്ങനെ തട്ടുന്ന. അപ്പോൾ ഉടൻ തന്നെ പിന്നീട് കാണിക്കുന്നത് ആഷിഫിനെയാണ്. ആഷിഫ് മോനിച്ച വാതിൽ തുറക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് പേടിയാവാണ്. അവർ അപ്പുറത്ത് പോയി മുരുകനെയും പവിത്രനെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പുറത്തോട്ട് വരും. ആരാ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആഷിഫാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ കതക് തുറക്കുക കേട്ടോ. കതക് തുറന്നോടെ തന്നെ എന്താ നീ ആ സമയത്ത്, കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ, എന്തായാലും ഞാനിപ്പോൾ അപ്പോഴേക്കും പവിത്രൻ ചോദിക്കും, നീ എന്തിനിപ്പോൾ വന്നത്, നിനക്ക് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നാളെ രാവിലെ അമ്പലത്തിലെത്തിയാൽ മതിയായിരുന്നല്ലോ. അത് കേട്ടോടെ തന്നെ ജീവ ചെറിയൊരു പ്രശ്നമുണ്ട്, നിൻ്റെയും ഈ പറയുന്ന മഞ്ചാടിയുടെയും വിവാഹം മുടക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഈ നാട്ടിൽ നിന്ന് നാട് വിടണമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അത് കേട്ടോടെ തന്നെ മോനിച്ചൻ പറയണേ, തുരുത്തി വന്ന് ആരും ആക്രമിക്കില്ല, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്, അതേ എനിക്കും അറിയാം, തുരുത്തി വന്ന് ആരും ആക്രമിക്കില്ല എന്ന്. പക്ഷേ നാളെ രാവിലെ ഇവന് അമ്പലനടയിലെത്തണ്ടേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് പുതുവേഷം അണിഞ്ഞ് പുതുമണവാളനായി ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവനെ ഇനിയിപ്പോൾ തുരുത്തിൽ വെച്ച് ആരൊക്കെ പിടിക്കുമെന്ന്, തുരുത്തിൻ്റെ പുഴക്കരയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ പിടിക്കുമെന്നോ അങ്ങനെ എന്തൊക്കെ ഒരു ന്യൂസ് കേൾക്കാണ്ട്, അതുകൊണ്ട് ഈ സമയം നമുക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാം, പിന്നീട് അവിടെ ആരും വരില്ല, അവിടെ നിന്ന് അങ്ങനെ അമ്പലത്തിലോട്ട് പോയാൽ മതി, എന്നാൽ പിന്നെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ജീവരാജിൻ്റെ മനസ്സാകെ ആടി ഉലയാണ്. അപ്പോഴേക്കും എന്താണ് നീ ഒന്നും മിണ്ടാത്ത, നിൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് മോനിച്ചൻ്റെ മാറി പറയുന്നുണ്ട്, മോനിച്ച നമുക്ക് കുറച്ച് ആളുകളെ തുരുത്തിൽ നിന്ന് കൊണ്ടുപോയാലോ, അപ്പോൾ ഈ കല്യാണം മുടക്കിയില്ലെങ്കിലോ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ്,
തുരുത്തിൽ നിൽക്കുമ്പോൾ ആളുകൾക്ക് നമ്മളെ പേടിയുള്ളൂ. തുരുത്തിൻ്റെ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും നമ്മളെ പേടിയില്ല എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം ജീവരാജിനോടാണെങ്കിലോ മുരുകൻ വന്ന് ചോദിക്കുകയാണ്, ഈ പറയുന്ന മഞ്ചാടിയുടെ ആളുകൾ ഇനി വിവാഹം മുടക്കാനൊന്നും വരില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഇവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇവന് ഇത്ര വല്ലാത്ത ശത്രു ആരാണ്, ആ ശത്രു ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ആഷിഫ് പറയുന്നുണ്ട്, അതൊക്കെ പിന്നെ പറയാം, ഇപ്പം അതിനെ പറ്റിയ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ജീവ നിൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ ജീവനൊന്നും ഞെട്ടി നിൽക്കുന്ന ആ സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.